എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ടിന്റെ 1500 രൂപയ്ക്കുള്ളിലുള്ള രണ്ട് നെക്ക് ബാൻഡ്സ് ആണ് 330യും 333യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസണും കൂടാതെ നമുക്ക് ഏത് പ്രോഡക്റ്റ് ഇതിൽ വാങ്ങിച്ചാലാണ് വർത്ത് ബൈങ് ആകുക എന്നുള്ളതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആമസോണിൽ നമ്മൾ 333 പോയിട്ട് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു 330 ഫ്ലിപ്കാർട്ടിൽ പോയി സെർച്ച് ചെയ്താലും കിട്ടത്തില്ല. അതായത് ആമസോണിലേക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു 330യും 333 എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിലേക്ക് വേണ്ടിയാണ്. 1499 രൂപ തന്നെയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും വില എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് 1299 രൂപയ്ക്ക് ബോട്ട് റോക്കേഴ്സ് 333യും 1499 ആ സെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു 330 വന്നാണ്. ഒരു 200 രൂപ ഡിഫറൻസ് ആണ്. നോർമൽ ആ ഒരു ഡിസ്കൗണ്ട് ഒന്നും കിട്ടാത്ത സമയത്ത് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫ്ലിപ്കാർട്ടും ആമസോണിലും വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒരു വിധ വ്യത്യാസവും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനി ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ സെയിം ആണ് കേട്ടോ. സൈസൊക്കെ ആണെങ്കിലും എല്ലാം തന്നെ സെയിം ആണ്. എന്നാൽ ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു ബോക്സിന്റെ കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ലോഞ്ചിങ് ഡേറ്റ് നോക്കുവാണെങ്കിൽ 330 മെയ് 26 ലോഞ്ച് ആയപ്പോഴത്തേക്ക് 333 18 ജൂലൈയിലാണ് ലോഞ്ച് ആയത്. ഒരു 2 മാസം വ്യത്യാസത്തിലാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും നമുക്ക് ലോഞ്ച് ആയിരിക്കുന്നത്. ഇനി ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഈ ഒരു ഡിസോയും റിയൽമിയുടെ ആ ഒരു ബഡ്സ് വയർലെസ് 2 നിയോയും പറഞ്ഞതുപോലെ തന്നെ സെയിം ആണ്. മുകളിലത്തെ ആ ഒരു നെക്കാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഇവിടെ ആ ഒരു കമ്പാർട്ട്മെന്റ്സ് പോലും സെയിം ആണെന്നുള്ളതാണ്. ഡിസൈൻ ആണെങ്കിലും ആ ഒരു ഡയമെൻഷൻ ബട്ടൺസിന്റെ സൈസ് ആണെങ്കിൽ പോലും എല്ലാം തന്നെ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്ന ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു കേബിൾസ് മാത്രമാണ്. 333യിൽ നമുക്ക് ബ്രൈഡഡ് കേബിൾസ് ലഭ്യമാകുമ്പോൾ 330യിൽ ആ ഒരു നോർമൽ ബോട്ടിൻ്റെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കേബിൾ ലഭ്യമാകുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. സ്പെക് വൈസ് ആണെങ്കിൽ പോലും 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 150 mAh തന്നെയാണ് രണ്ടിലും. അതേപോലെ തന്നെ ചാർജിങ് ടൈം പോലും 30 to 40 മിനിറ്റ്സ് ആണ് 330യിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ 333യിൽ 40 മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പ്ലേ ടൈം ആണെങ്കിൽ 30 hours ആണ്. അതേപോലെ തന്നെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂറിൽ നിന്ന് ലഭ്യമാകും. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0യും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. IPX5ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും എല്ലാം തന്നെ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ നമുക്കുണ്ടെന്നുള്ളതാണ്. ടീൽ ഗ്രീൻ, ചെറി ബ്ലാക്ക്, നേവി ബ്ലൂ എന്നിങ്ങനെ ആ ഒരു 3 കളേഴ്സിൽ ഈ ഒരു 333 ലഭ്യമാകുമ്പോൾ ആക്റ്റീവ് ബ്ലാക്ക്, ബ്ലേസിംഗ് യെല്ലോ, നേവി ബ്ലൂ, ഓഷൻ ബ്ലൂ, റാഗിംഗ് റെഡ്, ടീൽ ഗ്രീൻ എന്നിങ്ങനെ 6 കളേഴ്സിൽ ഈ ഒരു 330 ലഭ്യമാകുന്നു. പിന്നെ ഈ ഒരു 330ലാണെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക റിയൽമി ബഡ്സ് വയർലെസ്സിലൊക്കെ ഉള്ള ഈ ഡിസൈനില്ലേ നമ്മുടെ ആ ഒരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടുള്ള ഇത് നമുക്ക് ആ ഒരു 330യിൽ കിട്ടും. എന്നാൽ നമ്മുടെ ആ ഒരു 333യിൽ അതില്ല എന്നുള്ളതാണ്. ഇത് മാത്രമാണ് ആ ഒരു കളർ വേരിയൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ സെയിം ആണ്. ഈവൻ ഇനി ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഡ്രൈവർ ഇംപെഡൻസ് പോലും 16 ohm ആണ് ഈ രണ്ടെണ്ണത്തിലും. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 Hz to 20 kHz ആണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് സെയിം ആണ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും. പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ചിപ്സെറ്റിന്റെ കാര്യത്തിലാണ് ചെറിയൊരു സംശയം. ഈ ഒരു 333യിൽ എഴുതിയിരിക്കുന്നത് ഡിസൈൻഡ് ഫോർ എന്റർടൈൻമെന്റ് എന്നും അതുപോലെ തന്നെ 330യിൽ ലോ പവർ കൺസപ്ഷൻ ചിപ്സെറ്റ് എന്നാണ്. ഈ വ്യത്യാസം ഇനി എന്തെങ്കിലും ചിപ്സെറ്റിൽ വരുന്നുണ്ടോ എന്നുള്ള അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ചിപ്സെറ്റും മേ ബി സെയിം ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നോക്കിയിട്ട് ഫിസിക്കലി ആണെങ്കിലും സ്പെക് വൈസ് ആണെങ്കിലും എല്ലാം തന്നെ സെയിം ആണ്. ആ ഒരു ബ്രൈഡഡ് കേബിൾ 333യിൽ വരുമ്പോഴത്തേക്ക് 330യിൽ അത് വരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ഇനി മ്യൂസിക് ക്വാളിറ്റി അതുപോലെ തന്നെ മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം 333യുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി കാണിച്ചു തരാം. അതിനുശേഷം 330യുടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 333യിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. നോർമലിയാണ് ഞാൻ സംസാരിക്കുന്നത് വീടിനകത്ത് ഇരുന്നിട്ട് അത്യാവശ്യം സൗണ്ടോട് കൂടിയിട്ട് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് എൻ്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് 330യിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. സെയിം ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത് അത്യാവശ്യം സൗണ്ടോട് കൂടിയിട്ട് ഫാനും കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് എൻ്റെ ആ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക്
ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലാകും. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് രണ്ടിലും നമുക്ക് AAC കോഡൊക്കെ സപ്പോർട്ടഡ് ആണെന്നുള്ളതാണ്. കഴിഞ്ഞ ആ ഒരു നമ്മുടെ ഡിസോ വയർലെസ്സും റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയും തമ്മിലുള്ള കമ്പാരിസണിൽ കുറച്ച് കൂട്ടുകാർ പറഞ്ഞൊരു കാര്യമാണ്, റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയിൽ നമുക്ക് AAC കോഡൊക്കെ സപ്പോർട്ട് ആവും, എന്നാൽ മറ്റേതിൽ നമുക്ക് SBC മാത്രമേ സപ്പോർട്ട് ആവത്തുള്ളൂ എന്നുള്ളത്. ആ ഒരു ചെറിയ ഡിഫറൻസ് അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് രണ്ടിലും നോക്കി. എന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു AAC കോഡൊക്കെ SBC കോഡൊക്കെ രണ്ടും ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ സാധിക്കും. പൊതുവെ ബേസ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടും. എന്നാൽ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടത്തില്ല. കാരണം ബേസ് കുറച്ചൊന്ന് ഡോമിനേറ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഓവറോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1499 രൂപ വില മതിക്കുന്ന ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഞാൻ ഏത് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 1290 ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു 333 വാങ്ങിക്കും. കാരണം 200 രൂപ എക്സ്ട്രാ കൊടുക്കുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു 330 ലഭ്യമാകുന്നത്. എന്നാൽ ഈ ഒരു 333 നമുക്ക് നോർമൽ റേറ്റിലും ഈ ഒരു 1299 ലഭ്യമാകും. ഫ്ലിപ്കാർട്ടിൽ പക്ഷേ നമ്മൾ 1499 രൂപ തന്നെ കൊടുക്കണം നോർമൽ റേറ്റിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു 1299 രൂപയ്ക്ക് പ്രോഡക്റ്റും വാങ്ങിക്കും. കൂടാതെ ഇതിൻ്റെ കൂടെ ആ ഒരു ഫ്രീ മാസ്ക് 499 രൂപ വില മതിക്കുന്ന ഫ്രീ മാസ്കിൻ്റെ ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് സന്തോഷമായിട്ട് രണ്ട് പ്രോഡക്റ്റുകൾ ഇങ്ങ് വാങ്ങിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കമ്പാരിസൺ ഒന്നുമില്ല, ആക്ച്വലി ആ ഒരു ബ്രൈഡലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ രണ്ട് പ്രോഡക്റ്റുകളിലും സെയിം ആണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.